ഹലോ ഫ്രണ്ട്സ്, ഇത്തവണത്തെ വീക്കെൻഡിന് നമ്മൾ ഫ്രണ്ട്സിനെയും കൂട്ടി കുറച്ച് അഡ്വഞ്ചറിസ്റ്റിക് ആക്കാമെന്ന് കരുതി നേരെ പോയത് ഡെസേർട്ട് എക്സ്ട്രീമിലേക്കായിരുന്നു. ലൈഫിൽ അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലെ സ്പോട്ടാണ് ഗൈസ് ഇത്. എൻട്രൻസിൽ തന്നെ നമുക്ക് ചെറിയൊരു സ്പേസ് അവൈലബിൾ ആണ്. മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വാങ്ങാനോ റീഫ്രഷ്മെൻറ്റും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരു സ്പേസ് അവൈലബിൾ ആണ്. അതുകൂടാതെ നമുക്ക് വരുന്ന ആളുകൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു റെസ്റ്റിംഗ് സ്പേസ് ഏരിയ കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ ആളുകൾക്ക് വരെ ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഫാൽക്കൺ ഫോട്ടോഗ്രാഫി, ക്യാമൽ റൈഡിങ്, പിന്നെ ഈ കാണുന്ന ടൈപ്പ് ഓഫ് ബഗ്ഗീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് കൂടാതെ നമുക്ക് കോഡ് ബൈക്സും അവൈലബിൾ ആണ്. ഇത്ര ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ചൂസ് ചെയ്തത് കോഡ് ബൈക്ക് ആയിരുന്നു. ഓപ്പൺ ഡെസേർട്ടിൽ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു 1 hour അഡ്വഞ്ചറിസ്റ്റിക് ആയിട്ടുള്ള റൈഡ് തന്നെയായിരുന്നു ഗൈസ്. പിന്നെ ഈ അഡ്വഞ്ചറിസ്റ്റിക് ആയിട്ടുള്ള റൈഡ് കുറച്ച് റിസ്ക് ഫ്രീ ആക്കാൻ വേണ്ടി നമുക്ക് ഗൈഡും അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ റൈഡ് പോകുന്ന സമയത്ത് ബഗ്ഗിയോ കോഡ് ബൈക്കോ എന്തെങ്കിലും നമ്മൾ മണ്ണിൽ താഴ്ന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ അവരത് പുൾ ഔട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരേ ടൈമിൽ ഇത് റിസ്ക് ഫ്രീയും അഡ്വഞ്ചറിസ്റ്റിക് ആയിട്ട് ഈ റൈഡ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പേഴ്സണലി എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ട്രിപ്പായിരുന്നു. അങ്ങനെ 1 മണിക്കൂറിൻ്റെ കറക്കത്തിന് ശേഷം ഫ്രണ്ട്സൊക്കെ കൂടെ റേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ക്യാമ്പിൽ തന്നെ എത്തി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ see you. Don't forget to like and subscribe.